ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെക്കേഷനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ റോസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. റോസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ റെഡ് കളറിലെ പേപ്പറില്ല. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കണ്ടായിരുന്നു, ഈ പഴയ തുണി വെച്ചിട്ട് റോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ റെഡ് കളറിലെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അത് ഇതേപോലെ മടക്കി ലെങ്ത്തിൽ 4 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് പിന്നെയും ചുറ്റിയിട്ട് കുറച്ച് ടൈനി പീസസ് ആക്കിയിട്ട് അത് മുറിച്ചെടുക്കണം. ഞാൻ ഇവിടെ കുറേ മുറിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര മെനക്കെട്ട പണിയാണ്. എനിക്ക് കൈയൊക്കെ വേദനിച്ച്. പിന്നെ ഈ നൂല് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഒരുക്കാം. നിങ്ങൾക്ക് ക്യാൻഡിലൊക്കെ എടുത്ത് ഒരുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ദീപം എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂ ഗൺ എടുക്കണം. ഗ്ലൂ ഗൺ എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ അത് മടക്കണം. അതെന്ന് വെച്ചാൽ ഈ പൂവിൻ്റെ മേലിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുണി ആയതുകൊണ്ട് കട്ട് കുറവാണെങ്കിൽ അത് വീഴും. അപ്പം അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേലിൽ മടക്കുന്നത്. അപ്പം ഞാൻ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറേ അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത് അതെല്ലാം ഒരു മാല പോലെ കോർത്തെടുക്കണം. അതെല്ലാം കൂടി അവസാനം നമുക്ക് ചുറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു റോസിൽ മിനിമം ഒരു 20 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ലാസ്റ്റ് നിൽക്കേണ്ടത്. എന്നിട്ട് അതൊരു ഈർക്കിലെടുത്തിട്ട് ചുറ്റണം. പച്ച കളറിലെ കമ്പി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുറ്റിയാലും മതി. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈർക്കിലെടുത്തത്. എന്നിട്ട് അത് നമ്മൾ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ് നമ്മുടെ റോസ് കാണാൻ. പിന്നെ അതിന് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കളറിലെ ക്രാഫ്റ്റ് പേപ്പറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ട് അതിൽ നിന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ 2 ലീഫ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ലീഫാണെങ്കിൽ കൂടുതൽ വെച്ച് ചെയ്യാം. പിന്നെ അതൊരു ബൊക്കെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്തു. പിന്നെ അത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രൗൺ കളറിലെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തത്, ഒരു അസിസ്റ്റിക് വൈബിന് വേണ്ടിയിട്ട്. പിന്നെ അതെങ്ങാനും ഊരിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുളവായി പോകരുതല്ലോ, അതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പും കൂടി വെച്ച് ഒട്ടിച്ചു. പിന്നെ ഒരു ബട്ടർ പേപ്പറിൽ ഞാൻ വെറുതെ ഹാപ്പി ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ.